സംസ്കൃത സർവകലാശാലയിൽ ചട്ടമ്പിസ്വാമി ജീവചരിത്ര പ്രകാശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സീനിയർ പബ്ലിക്കേഷൻ ഓഫീസർക്കെതിരെ നടപടി. മുൻ പരീക്ഷാ കൺട്രോളർ കൂടിയായ ഡോക്ടർ ലിസി മാത്യുവിന് കുറ്റാരോപണ പത്രിക നൽകി. ലിസി മാത്യുവിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പരീക്ഷാ കൺട്രോളറുടെ ചുമതലയിൽ നിന്ന് നീക്കിയ ശേഷവും ലിസി മാത്യു സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടതായും കണ്ടെത്തൽ. ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ നിലവിലെ കൺട്രോളർക്ക് VC നിർദ്ദേശം നൽകി. അതിനിടെ തനിക്കെതിരെ കള്ളക്കഥകൾ മെനയുകയാണെന്നും VCI സിസ തോമസ് ചുമതലയേറ്റ ശേഷം നടക്കുന്നത് ഭരണകൂട ഭീകരതയാണെന്നും ലിസി മാത്യു പറഞ്ഞു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ആദ്യം ഈ നടപടിയുടെ വിശദാംശങ്ങൾ, ഒപ്പം ഈ ലിസി മാത്യു പറയുന്ന ആരോപണങ്ങൾ അതെങ്ങനെയാണ്? ഈ വിഷയത്തിൽ ഏറെ നാളായി സംസ്കൃത സർവകലാശാലയെ ചുറ്റിപ്പറ്റി പലവിധ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തേതാണ് ഈ പറയുന്ന ശ്രീ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയം. ഇത്തരത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് നൽകിയപ്പോൾ പുറംചട്ട മാത്രമുള്ള ഉള്ളിൽ വെള്ള പേജുകളുള്ള ഡമ്മി പുസ്തകം നൽകിയെന്ന ആരോപണമാണ് ഈ ഘട്ടത്തിൽ ലിസി മാത്യു നേരിട്ടിരുന്നത്. ആ ആരോപണം നേരിടാൻ കാരണം സീനിയർ പബ്ലിക്കേഷൻ ഓഫീസറായ ലിസി മാത്യുവിനായിരുന്നു ഈ പുസ്തകത്തിന്റെ അച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല ഉണ്ടായിരുന്നത്. ആ ചുമതല ലിസി മാത്യു കൃത്യമായി നിർവഹിച്ചില്ല എന്ന് കാട്ടിയാണ്, ഇതിൽ ഗുരുതര വീഴ്ച വരുത്തി എന്ന് കാട്ടിയാണ് ഇപ്പോൾ സിസ തോമസ് ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി കുറ്റാരോപണ പത്രികയും നൽകിയിട്ടുണ്ട്. ഈ പത്രികയിൽ പറയുന്നത് സർവകലാശാലയെ അപകീർത്തിപ്പെടുന്ന തരത്തിലേക്ക് ഉള്ള ഇടപെടൽ ഉണ്ടായി എന്നും കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്തി എന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ലിസി മാത്യുവിനെതിരെ സിസ തോമസ് ഉന്നയിക്കുന്നത്. ഇതുകൂടാതെ ഈ അച്ചടി സ്വകാര്യ പ്രസിന് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമായ കരാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള രേഖകളോ ഒന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല. അതുകൂടാതെ സ്വന്തം നിലയ്ക്ക് വില നിശ്ചയിച്ചതിനും അതിനോടൊപ്പം തന്നെ ഈ പുസ്തക പ്രകാശനം സർവകലാശാലയെ ഔദ്യോഗികമായി അറിയിക്കാതെ നടത്താൻ ശ്രമിച്ചതിനും എല്ലാം തന്നെ വലിയ തരത്തിലേക്കുള്ള വീഴ്ച ലിസി മാത്യുവിന് ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം തന്നെ മറുവശത്ത് BFA പാസ്സാകാതെ MFA പാസ്സായ വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കൺട്രോൾ സ്ഥാനത്ത് നിന്ന് ലിസി മാത്യുവിനെ മാറ്റിയിരുന്നു. അതിനുശേഷവും സർട്ടിഫിക്കറ്റുകളിലും ട്രാൻസ്ക്രിപ്റ്റുകളിലും ലിസി മാത്യു ഒപ്പിട്ടു. അത് ഗുരുതരമായ വീഴ്ചയാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നും അത് വിശദമായി അന്വേഷിക്കണമെന്നുമാണ് ലിസി മാത്യുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലിസി മാത്യുവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. സത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തതിന് കിട്ടിയ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പല കാരണങ്ങളുണ്ടാവാം. പ്രകാശനത്തിനുള്ള 4 വോളിയം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒപ്പം അതിൻ്റെ സ്ലിപ്പ് കേസും ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് ഞാൻ വൈറ്റ് പേപ്പർ കൊടുക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സ്ലിപ്പ് കേസ് വെച്ച് പ്രകാശനം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. 4 വാല്യം മാത്രം പ്രകാശനം ചെയ്യാനാണ് പറഞ്ഞത്. VCയുടെ ഉത്തരവ് കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ട് അനുവദിക്കാൻ സാധ്യമല്ല, ആയ വോളിയം മാത്രം വെച്ചിട്ട് പ്രകാശനം ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിൻഡിക്കേറ്റ് തീരുമാനം അതാണ്. അതിന്റെ മിനിറ്റ്സും ഉണ്ട്. 4 വോളിയം. ലിസി മാത്യുവിന്റെ പ്രതികരണമാണ് കേട്ടത്. ഒപ്പം ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.